കഥ തുടങ്ങുന്നത് ഒരു ഹോട്ടൽ കാണിച്ചുകൊണ്ടാണ്. അവിടെയാണ് നമ്മുടെ കഥാനായികയായ സാൻ ജോലി ചെയ്യുന്നത്. അവൾ അവിടെ മറ്റൊരു പെൺകുട്ടിയുടെ പാചകത്തിന്റെ കാര്യം പറഞ്ഞ് ഭയങ്കരമായ വഴക്ക് നടക്കുന്ന ടീമാണ്. ആ ഒരു ഹോട്ടലിന്റെ ഉടമയും ഈ സാനിന്റെയും ആ മറ്റേ പെൺകുട്ടിയുടെയും ഒക്കെ മാസ്റ്ററും കൂടിയായ ബിന്നിന്റെ വരവ്. ബിൻ വന്ന പട തന്നെ അവിടെ ഇവർ വഴക്കുണ്ടാക്കി നശിപ്പിച്ചിട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. കൂടാതെ അവൻ വന്ന പടയെ ആ ഒരു പെൺകുട്ടി അവിടെ നിന്ന് പോന്നു. അവൾ ഇവന്റെ കസിനാണ്. സാൻ ആകട്ടെ ബിന്നിന്റെ കുട്ടിക്കാലം മുതലുള്ള കൂട്ടുകാരിയും. അതുകൊണ്ട് തന്നെ ഒരു മാസ്റ്റർ എന്ന റിലേഷൻഷിപ്പിനേക്കാൾ ഏറെ ഇവർ നല്ല ഫ്രണ്ട്സ് ആയിട്ടാണ്. ഇവിടെ നടന്ന വഴക്കിനെ പറ്റിയോ ഒന്നും തന്നെ തിരക്കാതെ എന്താണ് കഴിക്കാൻ എന്നായിരുന്നു ബിന്നിന്റെ ആദ്യത്തെ ചോദ്യം. ആ ഒരു ചോദ്യം സാനിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവൾക്ക് എന്തൊക്കെയോ ബിന്നിനോട് പറയണമെന്നുണ്ടായിരുന്നു. അതിനൊരു അവസരം കിട്ടാത്തതില് മുഖം വീർപ്പിച്ച് സാൻ നിൽക്കുന്ന ടീം നല്ല വിശപ്പുണ്ട്, കഴിക്കാനൊന്നും തന്നില്ലെങ്കിൽ നിന്നെ കടിച്ചു തിന്നുമെന്ന് അവൻ അവളെ കളിയാക്കുന്ന സമയത്താണ് അവളാകട്ടെ ഞാൻ ഇവിടെ നിന്ന് പോകാൻ പോവുകയാണെന്ന കാര്യം ബിന്നിനോട് പറയുന്നത്. അത് ബിന്നിനെ ആകെ ഞെട്ടിക്കുന്നത്. എന്താ ഇപ്പോ ഇവിടെ നടന്ന വഴക്കിന്റെ പേരിലാണോ? എന്റെ കസിൻ നിന്നെ വല്ലതും പറഞ്ഞു അതുകൊണ്ടാണോ എന്നല്ല ബിൻ ചോദിക്കുമ്പോ കൂട്ടത്തിൽ തന്നെ ബിൻ വന്ന പാടെ കസിൻ ആകട്ടെ ഈ സാൻ എന്നെ അടിച്ചു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു കാണിച്ചിരുന്നു. ഞാനത് വിശ്വസിച്ചു എന്ന് കരുതിയാണോ എന്നെല്ലാം അവൻ തിരക്കുന്നുണ്ട്. അതൊന്നും അല്ലാന്ന് അവൾ ഇവിടെ നിന്ന് പോകണം അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് സംസാരിക്കുമ്പോ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ദേ അവിടെ എന്തോരം ഗ്ലാസും പാത്രങ്ങളും പൊട്ടിച്ചിട്ടിട്ടുണ്ട്, അതിന്റെ കാശൊന്നും തരാതെ വിടത്തില്ലാന്ന് അവൻ അവളെ ഇവിടെ നിന്ന് വിടാതിരിക്കാനായി ജസ്റ്റ് ഒരു പേര് പറയുന്നുണ്ട്. സത്യത്തിൽ ഈ ഒരു ഹോട്ടലിൽ മാത്രമല്ല അവൾ ജോലി ചെയ്യുന്നത്, അവരുടെ വീട്ടിലും എല്ലാവിധ ജോലികളും അവൾ ചെയ്യാറുണ്ട്. ഈവൻ ബിന്നിന് എവിടെയെങ്കിലും പോകണമെങ്കിൽ പോലും അവളാണ് ഡ്രസ്സും ടൈയും ഒക്കെ സെലക്ട് ചെയ്ത് അവന് കൊടുക്കുന്നത് പോലും. ഇപ്പൊ തന്നെ അവൾ കൈയുടെ ബട്ടൺസ് ഒക്കെ ഇട്ട് കൊടുക്കാനായി വരുന്ന ടീം അവൾക്ക് പൊക്കം കുറവായതുകൊണ്ട് തന്നെ അവൻ നന്നായി കൈ ഉയർത്തി അവൾക്ക് എത്താത്ത രീതിയിൽ കളിയാക്കുന്നുണ്ടെങ്കിലും അവൾ സ്റ്റൂൾ ഇട്ടൊക്കെ കയറിയാണ് ആ ബട്ടൺസ് ഇടുന്നത്. ആ ടീം അവളെ അവൻ ഇക്ലിയാക്കുകയും രണ്ടുപേരും കൂടി മറിഞ്ഞടിച്ച് വീഴുകയും ചെയ്യുന്നു. ഇവൾ അവന്റെ വീട്ടിലെ ജോലിക്കാരിയും ഹോട്ടലിലെ ജോലിക്കാരിയും ഒക്കെ ആണെങ്കിലും കുട്ടിക്കാലം മുതലുള്ള അവന്റെ ഒരു നല്ല സുഹൃത്തും കൂടിയാണല്ലോ. അതിന്റെ വളരെ വലിയ അടുപ്പം അവൻ അവളോടുണ്ട്. എന്തായാലും അവിടെ നിന്ന് അവൻ പോയ ശേഷം അവിടെയുള്ള മറ്റൊരു ജോലിക്കാരിയോട് സാൻ സംസാരിക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് പോവാണോ, അതെന്തിനാ അങ്ങനെ പോകുന്നതെന്നല്ല ആ പെൺകുട്ടി ചോദിക്കുമ്പോ എനിക്ക് പോലീസ് ആവണം എന്നത് വലിയ ആഗ്രഹമാണ്, അതിനു വേണ്ടിയിട്ടാണെന്ന് അവൾ പറയുന്നുണ്ട്. അവൾ അങ്ങനെ പോലീസ് ആവണമെന്ന് ആഗ്രഹിക്കാനായി ഒരു ഇൻസിഡന്റ് അവളുടെ ലൈഫിൽ നടന്നിരുന്നു. എന്റെ കുട്ടിക്കാലത്ത് എന്റെ അച്ഛന് വയ്യാഴിക വന്ന സമയത്ത് എന്റെ അമ്മയുടെ ഒരു അത്യാവശ്യ ആവശ്യത്തിന് വേണ്ടി കാശ് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം എനിക്കുണ്ടായി. ആക്ച്വലി അത് അച്ഛന്റെ ചെലവിന് വേണ്ടി അമ്മ തന്നുവിട്ട കാശായിരുന്നു. അച്ഛൻ വയ്യാതെ കിടന്ന ആ ഒരു സമയത്ത് ഞാൻ അതുമായി ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് ഒറ്റയ്ക്ക് ടൗണിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് കുറച്ചു പേർ എന്നെ വളയുകയും അവർ എന്റെ കയ്യിലുള്ള കാശ് അടിച്ചു മാറ്റാനായി നോക്കുകയും ചെയ്തിരുന്നു. ആ സമയത്ത് ഇതെല്ലാം കണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ആ റൗഡികളെ അടിച്ചോടിച്ച് എന്നെ ഹെൽപ്പ് ചെയ്തത്. അന്ന് എനിക്ക് മനസ്സിലായി ഒരു പോലീസ് ആവുക എന്നത് എത്ര വലിയ കാര്യമാണെന്ന്. സാധാരണക്കാരെ സഹായിക്കുമ്പോൾ അവർക്ക് പോലീസുകാരനെ കാണുന്ന ടീം ഒരു സൂപ്പർ ഹീറോ പരിവേഷമായിരിക്കും ഉണ്ടാവുക. എനിക്ക് അന്ന് മുതലേ പോലീസ് ആവണമെന്ന് വലിയ ആഗ്രഹമാണ്. പക്ഷെ എന്റെ കുട്ടിക്കാലത്തൊന്നും പോലീസിലേക്ക് സ്ത്രീകളെ എടുക്കുമായിരുന്നില്ല. അന്ന് നമുക്ക് ഇന്നത്തെ പോലെ ആയിരുന്നില്ലല്ലോ ഭരണ സംവിധാനങ്ങളൊന്നും തന്നെ. രാജഭരണം അല്ലായിരുന്നു, ഇപ്പോഴല്ലേ ജനാധിപത്യമായത്. ഇപ്പോ സ്ത്രീകളെ പോലീസിലേക്ക് എടുക്കുന്നത് കൊണ്ട് തന്നെ എനിക്കൊരു കൈ നോക്കണം, എനിക്ക് പോലീസ് ആവണമെന്നെല്ലാം അവൾ വളരെ ആഗ്രഹത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും താൻ ഇവിടെ നിന്ന് പോകാനായി ബിൻ സമ്മതിക്കില്ല എന്ന് മനസ്സിലാക്കുന്ന സാനാകട്ടെ അന്ന് ബിൻ എത്തുന്ന ടീം അവന് വേണ്ടി ഫുഡ് കുക്ക് ചെയ്ത് കൊണ്ടു കൊടുക്കുമ്പോൾ അത് കഴിക്കുന്നതിന് മുന്നേ ടേസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ സ്മെല്ല് ചെയ്യുന്ന അവന് എന്തൊക്കെയോ അപാകത ആ ഫുഡിൽ തോന്നുന്നുണ്ട്. അവൻ അതിനെപ്പറ്റി പറയുമ്പോ ആണോ ഇത്രയും കുറ്റവും കുറവും ഞാൻ ഉണ്ടാക്കിയ ഫുഡിനുണ്ടെങ്കിൽ എന്തിനാ എന്നെ ജോലിക്ക് വെച്ചേക്കുന്നത്, എന്നെ പറഞ്ഞു വിട്ടൂടെന്ന് അവൾ ചോദിക്കുമ്പോ നേരെ ചൊവ്വ ചോദിച്ചാ പറഞ്ഞു വിടില്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പണി ഒപ്പിച്ചാലും ഇവിടെ നിന്ന് പോകണം എന്ന ചിന്തയിലാണ് അവൾ ഇത് ചെയ്യുന്നതെന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. ഈ ജോലി ആഗ്രഹിച്ചിരിക്കുന്ന എത്രയോ പേരുണ്ട്. ഇപ്പൊ ഈ ജോലി വേണ്ടെന്ന് പറയുന്ന എന്നെ ഇവിടെ നിർബന്ധിച്ച് പിടിച്ചു നിർത്തുന്നതിലും നല്ലതല്ലേ ഈ ജോലി നോക്കി നടക്കുന്ന മറ്റുള്ളവരിലേക്ക് ഈ ജോലി എത്തിക്കുന്നതെന്നല്ല അവൾ ചോദിക്കുമ്പോ അവൻ വേഗം എഴുന്നേറ്റ് നിന്ന് മേഡം എന്റെ സീറ്റിലേക്ക് ഇരുന്നോന്ന് പറഞ്ഞ് അവളെ ആ കസേരയിൽ ബലമായി പിടിച്ചിരുത്തി. അല്ല എനിക്ക് തന്നെ ഇങ്ങോട്ട് ഓർഡർ വരുന്നു, അപ്പൊ പിന്നെ ഈ സീറ്റ് ഇരുന്നോ എന്നവളെ കളിയാക്കുന്നുണ്ടായിരുന്നു. ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനായി എനിക്ക് യാതൊരു ഉദ്ദേശവും ഇല്ല എന്ന് പറയുന്നവൻ അല്ല ഇവിടെ നിന്ന് പോയിട്ട് എന്തെടുക്കാനാണെന്ന് അവളോട് ചോദിക്കുമ്പോ ഇവിടെ നിന്ന് പോയാല് എനിക്ക് വലിയൊരു ഭാവി എന്നെ കാത്തിരിപ്പുണ്ടെന്ന് അവൾ പറയുന്ന ടീം അത് കേട്ട് ചിരിക്കുന്നവൻ ആണോ എങ്കിലേ വേഗം തന്നെ ആ പൊട്ടിച്ച പാത്രത്തിന്റെ ഒക്കെ കാശിങ് തന്നേക്ക്, എന്നിട്ട് ഇവിടെ നിന്ന് പൊക്കോളാനായി അവളോട് പറയുന്നു. ആക്ച്വലി അന്ന് വഴക്കുണ്ടായത് കസിനും നമ്മുടെ സാറിനും ഇടയിലല്ലേ. അന്ന് ആ വഴക്കുണ്ടാവാൻ കാരണം തന്നെ ആ കസിൻ എന്ന അഹങ്കാരി പെണ്ണാണ്. അവൾ പോലീസ് ജോലിക്ക് പഠിക്കാനും അപ്ലൈ ചെയ്യാനും ഒക്കെ സാൻ ഒരു ഫോം ഫില്ല് ചെയ്ത് വെച്ചിരുന്നു. അത് സാന്റെ മുന്നിൽ വെച്ച് തന്നെ സാനോടുള്ള അവളുടെ അസൂയ മൂലം വലിച്ചു കീറി എറിഞ്ഞപ്പോ സാൻ പിന്നെ എങ്ങനെ പ്രതികരിക്കാതിരിക്കും, അന്ന് വഴക്ക് നടക്കാതിരിക്കും. പക്ഷെ അന്ന് അവിടെ കണ്ട പോലെ പാത്രങ്ങൾ എറിഞ്ഞു പൊട്ടിച്ചതും ഒന്നും തന്നെ സാൻ ആയിരുന്നില്ല, ഈ കസിൻ തന്നെയായിരുന്നു. അവള് തന്നെയാണ് അത്രയും കോലാഹലം ആ ഒരു കിച്ചണിൽ ഉണ്ടാക്കി അത്രയും നശിപ്പിച്ച് അവിടെ ഇട്ടത്. അവൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇവൾ എന്തേ ചെയ്യുന്നതെന്ന് മറ്റുള്ള തന്റെ പേപ്പർ കീറി കളഞ്ഞിട്ട് ഇവൾ ഇത്രയും ഓവറായിട്ട് ആക്ഷൻ എടുത്ത് എന്തിനാണെന്ന് മനസ്സിലാവാതെ സാൻ നിൽക്കുമ്പോഴാണ് ബിൻ അങ്ങോട്ടേക്ക് വന്നത്. ഉടനെ കസിൻ പ്ലേറ്റ് മാറ്റി അവളെ ഏതാണ്ട് സാൻ അടിച്ച കണക്ക്
ഉപദ്രവിച്ച കണക്കൊക്കെ ഭയങ്കര അഭിനയമായിരുന്നല്ലോ. അങ്ങനെ ഈ നടന്ന കാര്യങ്ങൾ ഇപ്പൊ ഓർക്കുന്ന സാൻ വീണ്ടും ആ ഒരു ആപ്ലിക്കേഷൻ ഫോം വാങ്ങാനായി ഒരിടത്തേക്ക് പോകുന്നു. പക്ഷെ അവൾ ആ ഒരു കറക്റ്റ് ഓഫീസിൽ എത്തുന്ന ടൈം അത് അടച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അവൾക്ക് ആ ഫോം കിട്ടിയതും ഇല്ല. അവിടെ നിന്ന് മടങ്ങി പോകുന്ന നേരം ഭയങ്കരമായ മഴയുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഭയങ്കര അപ്സെറ്റ് ആവുന്നുണ്ട്. എന്തായാലും പിന്നെ അധികം വൈകാതെ തന്നെ സാനിന് പോലീസ് ആവണമെന്ന് ആഗ്രഹമാണ്. അവൾ അതിനാണ് ഇവിടുത്തെ ജോലി ഉപേക്ഷിക്കാൻ നോക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. അവൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നതും അവൻ അറിയുന്നുണ്ട്. ഇതേ ടീം ആ കസിൻ ഉണ്ടല്ലോ, അവളുടെ പേര് ക്വിങ് എന്നാണ്. ക്വിങ്ങിനും പോലീസ് ആകണം എന്നതാണ് ആഗ്രഹം. ഒരുപക്ഷെ സാനിനോടുള്ള കുശുമ്പ് കൊണ്ട് അവൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തതാകാം. എന്തായാലും സാനാകട്ടെ ആ ഒരു ജോലിക്കൊക്കെ ട്രൈ ചെയ്യുമ്പോൾ അവളുടെ അച്ഛൻ അത് തീരെ ഇഷ്ടമല്ല. അവൾ അങ്ങനെ ജോലിക്ക് പോയി കുടുംബം നോക്കേണ്ട ഒരു ആവശ്യം അവർക്കില്ല എന്ന് പറയുന്ന അച്ഛൻ പ്രത്യേകിച്ച് ഒരു പോലീസ് ജോലിക്ക് അവളെ വിടില്ല എന്ന് വാശി പിടിക്കുമ്പോൾ അവൾ അതിന്റെ പേരിൽ നൈസായിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ബിന്നിന്റെ മുന്നിൽ സാൻ ഒരു പോലീസായി എത്തുന്നതിന് മുന്നേ ഞാൻ പോലീസായി എത്തിക്കാണിക്കുമെന്ന രീതിയിലാണ് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതിന് മുന്നേ സാനിനോട് നിന്നെക്കാളും മുന്നേ ഞാൻ പോലീസ് ആവുന്നൊക്കെ യാത്ര പറഞ്ഞാണ് അവൾ പോകുന്നത്. പക്ഷെ പോകുന്ന അവളെ റോഡിൽ വെച്ച് ചിലർ തട്ടിക്കൊണ്ടു പോകുന്നു. അടുത്ത ദിവസമായിട്ട് ബിൻ ഫുഡ് കുക്ക് ചെയ്ത ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരാനായി സാനിനോട് പറഞ്ഞിരുന്നു. അവൾ അങ്ങനെ ഫുഡും കുക്ക് ചെയ്ത് അവനെ കാണാനായി ഒരു സ്ഥലത്തേക്ക് ഫുഡ് കൊടുക്കാനായിട്ട് പോവാണ്. അവിടെ എത്തുമ്പോൾ ബിൻ മാത്രമല്ല, ബിന്നിന്റെ കൂടെ മറ്റൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അത് കണ്ടപാടെ സാനിന് ഭയങ്കര ഒരു അസൂയ ഫീൽ ആവുന്നുണ്ട്. കാരണം ബിൻ ആ പെൺകുട്ടിയുടെ കൂടെ വളരെ കാര്യമായി സംസാരിച്ച് നിൽക്കുകയും ഇപ്പൊ കൊണ്ടുവന്ന ഫുഡ് എന്താ ഇത്ര ലേറ്റ് ആയി എന്ന ദേഷ്യത്തിൽ അവളോട് ചോദിച്ച് വാങ്ങിച്ച് ആ പെൺകുട്ടിക്ക് കൊടുക്കുകയും ഒന്നിച്ച് കഴിക്കാന്ന് പറഞ്ഞ അവളെ കൂട്ടിക്കൊണ്ട് പോകുന്നതും ഒക്കെ കാണുമ്പോൾ സാൻ അതൊട്ടും സഹിച്ചില്ല. സാനിന്റെ മുന്നിൽ വെച്ച് ബിൻ അവളെ തീരെ മൈൻഡ് ആക്കാതെ കൂടെയുള്ള ആ ഒരു പെൺകുട്ടിക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തെങ്കിലും ആ പെൺകുട്ടിയുടെ കൂടെ അവിടെ നിന്ന് പോകുന്ന ടൈമെല്ലാം സാൻ കാണാതെ ബിൻ സാനെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത് ആ പെൺകുട്ടിയും കാണുന്നു. ഇവിടെ അങ്ങനെ കാര്യങ്ങൾ നടക്കുന്ന ടീമാണ് ക്വിങ് വീട് വിട്ട് ഇറങ്ങി പോയത് എല്ലാവരും അറിയുന്നത്. തുടർന്ന് അവൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിക്കുന്നു. അങ്ങനെ ആ ഒരു സമയത്താണ് അവൾ ഇവിടെ നിന്ന് പോകുന്നത് സാൻ കണ്ടിരുന്നു എന്നും സാൻ തടുത്തില്ലെന്ന കാര്യം എല്ലാവരും അറിയുന്നത്. അതറിയുമ്പോൾ ബിന്നിനും ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ സാനിന് ഈ ഒരു കാര്യത്തെ പറ്റിയൊന്നും ഒരു ടെൻഷനും ഇല്ല. അവൾക്ക് ബിൻ ഇന്ന് ഏതോ ഒരു പെൺകുട്ടിയുടെ കൂടെ സംസാരിച്ച് നിന്നതും തന്നോട് ആ പെൺകുട്ടിയുടെ മുമ്പ് വെച്ച് വലിയ കാര്യമില്ലാതെ പെരുമാറിയതും ദേഷ്യപ്പെട്ടതൊക്കെയാണ് ഇഷ്യൂ. അങ്ങനെ ക്വിങ്ങിനെ കാണാനില്ലാത്ത പ്രശ്നത്തിന്റെ പേരിൽ കലയിളകി നിൽക്കുന്ന ബിന്നാകട്ടെ അവന് ക്വിങ്ങിനെ കാണാനില്ല എന്നതിനേക്കാൾ അവൾ ഇവിടെ നിന്ന് പോകുന്നതില് സാൻ ഹെൽപ്പ് ചെയ്തു എന്ന് അറിഞ്ഞപ്പോ അതിന്റെ കലിപ്പാണ് കൂടുതൽ ഉള്ളത്. എന്തിനെ ഹെൽപ്പ് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആർക്കും ഒരു ഹെൽപ്പും ചെയ്തില്ല. പക്ഷെ അവൾ ഇവിടെ നിന്ന് പോകാൻ നോക്കുന്നത് ഞാൻ കണ്ടിരുന്നു. എന്നോട് പറഞ്ഞിട്ട് അവള് പോയത്. അവൾക്ക് പോലീസ് ആവണമെന്നും അതിന് ട്രൈ ചെയ്യാൻ പോവാണെന്നും ഒക്കെ പറഞ്ഞ പോയത്. അവളുടെ ആഗ്രഹം നേടിയെടുക്കാനായി അവൾ പോകുന്നതിന് ഞാൻ എന്തിനു തടയണം? എനിക്കതിലൊരു പ്രശ്നവും കണ്ടില്ല. അല്ലാതെ ഞാൻ ഇതിൽ ഹെൽപ്പായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് സാൻ മറുപടി പറയുന്നു. ആക്ച്വലി ഈ ഒരു വീട് വിട്ട് ഇറങ്ങി എന്നത് മാത്രമേ സാനിന് അറിയൂ. അവൾ വീട് വിട്ട് ഇറങ്ങിയ ശേഷം മിസ്സിംഗ് ആയെന്നതിനെ പറ്റി സാനിന് ഒരു പിടുത്തവും. എന്തായാലും അവളോട് ഇപ്പോൾ ഉള്ള ദേഷ്യത്തിന് പെട്ടെന്ന് ബിന്നാകട്ടെ അവളോട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാനായി ആവശ്യപ്പെടുന്നുണ്ട്. അവൻ അങ്ങനെ പറഞ്ഞത് അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന്റെ പുറത്താണെങ്കിലും പറഞ്ഞ അടുത്ത നിമിഷം തന്നെ അങ്ങനെ പറയരുതായിരുന്നു എന്ന് അവന് തോന്നുന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് പോകാനായി ഒരു അവസരം നോക്കിയിരുന്ന അവൾ അത് മുതലാക്കി വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അവന് തടയാനും സാധിച്ചില്ല. ഇവിടെ നിന്ന് പോകണമെന്ന് ഇത്രയും നാള് പറഞ്ഞെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങേണ്ടി വന്നപ്പോ സാനിനും അത് ഭയങ്കര സങ്കടമായിരുന്നു. അവൾ അവിടെ നിന്ന് മാറി പുറത്തു വന്നിരുന്നിപ്പോ കരയാണ്. അവളുടെ ഏറ്റവും വലിയൊരു സപ്പോർട്ട് സിസ്റ്റം ആയിരുന്നു ബിൻ. അവിടുത്തെ ഒരു ജോലിക്കാരിയായിട്ടൊന്നും ഒരിക്കലും അവൻ അവളെ ട്രീറ്റ് ചെയ്തിട്ടില്ല. പണ്ടുതൊട്ടേയുള്ള കൂട്ടുകാരി മാത്രമായി അവൻ എപ്പോഴും അവളോട് പെരുമാറിയിട്ടുള്ളൂ. അവൻ തന്നെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിച്ചതും ഇറങ്ങി പോകാൻ ആവശ്യപ്പെട്ടതും അവൾക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ട്. അന്ന് രാത്രി രണ്ടുപേർക്കും ഉറങ്ങാനേ കഴിഞ്ഞിരുന്നില്ല. സാനിനെ കാണാത്ത സങ്കടത്തിൽ ബിന്നും ബിന്നിനെ കാണാത്ത സങ്കടത്തിൽ സാനും അങ്ങനെ കിടക്കുന്നു. അടുത്ത ദിവസം ബിന്നിന്റെ അടുത്തേക്ക് നമ്മുടെ ക്വീയുടെ അച്ഛൻ എത്തുന്നുണ്ട്. ഇപ്പൊ മനസ്സിലായോ എന്താണ് ക്വീയെ ഇവിടെ നിന്ന് പോകാനായി സാൻ അനുവദിച്ചു? അവൾ അത് അറിഞ്ഞിട്ടും തന്നോട് പറഞ്ഞില്ല എന്നതുകൊണ്ട് ബിൻ ഇത്രയേറെ ദേഷ്യപ്പെട്ടതെന്ന്? മറ്റൊന്നുമല്ല, ഇത് ബിന്നിന്റെ ഇടമാണ്. ഇവിടെ ക്വീ വന്ന് നിൽക്കുകയായിരുന്നു. അവളുടെ അച്ഛൻ അവളെ ഇവിടെ ബിന്നിന്റെ സംരക്ഷണയിൽ നിർത്തിയിരിക്കുകയായിരുന്നു എന്നും പറയാം. അപ്പോ അവൻ പ്രൊട്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവന്റെ സംരക്ഷണയിൽ ഇവിടെ കഴിയുന്ന ഒരാള് അവന്റെ അറിവില്ലാതെ മിസ്സിംഗ് ആവുന്നു, അത് ഒരു അപകടത്തിലേക്ക് ചെന്ന് ചാടുന്നു എന്നത് അവനെ പ്രശ്നത്തിലാക്കുന്ന കാര്യമില്ല. അതാണ് അവൻ ഇത്രയേറെ ദേഷ്യപ്പെട്ടത്. ക്വീക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. എവിടെ അവൾ? അത് ഞാനിപ്പോ അത്യാവശ്യത്തില് അവളെ കാണാനേ വന്നതെന്ന് അവളുടെ അച്ഛൻ പറയുമ്പോ കൂടെ ആ സംബന്ധക്കാരെയും ക്വീയുടെ അച്ഛൻ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെന്ന് കാണുന്ന ബിന്നിന് ടെൻഷൻ ആവുന്നു. അങ്കിൾ വന്ന പാടെ തന്നെ കാര്യങ്ങളിലേക്ക് കടക്കണ്ട, അവര് റെസ്റ്റ് എടുക്കട്ടെ, യാത്ര കഴിഞ്ഞ് വന്നതല്ലേ എന്ന് പറഞ്ഞ് അവരെ റൂമിലേക്ക് പറഞ്ഞു വിട്ട ശേഷം അങ്കിളിനോട് ക്വീ മിസ്സിംഗ് ആണെന്ന കാര്യം പറയുമ്പോൾ അവനോട് ഇത്രയും വലിയ ചുമതല നിന്നെ ഏൽപ്പിച്ചിട്ട് പോയ ഞാൻ ഇതാണോ നിന്നിൽ നിന്ന് കേൾക്കുന്നത്? ഇതാണോ നിന്റെ ഉത്തരവാദിത്വം എന്നൊക്കെ ചോദിച്ചാൽ അവനോട് ഭയങ്കരമായി ദേഷ്യപ്പെടുന്നു. അവനാകട്ടെ അങ്കിൾ ഒരു അബദ്ധം പറ്റിപ്പോയതാ, അവൾ ഇവിടെ നിന്ന് ചാടിപ്പോയ കാര്യം ഞാൻ അറിഞ്ഞത് പോലും ഇല്ല. എന്തായാലും കുറച്ച് ദിവസത്തെ സമയം തരണം, ഞാൻ അവളെ സേഫായി തിരിച്ചു കൊണ്ടുവരാമെന്ന് അവൻ പറയുമ്പോൾ അങ്ങനെ അവന് തന്റെ മകളെ കണ്ടുപിടിക്കാനായി അദ്ദേഹം സമയം അനുവദിക്കുന്നുണ്ടെങ്കിലും അതിനോടകം അവൻ അതിന് സാധിച്ചില്ലെങ്കിൽ അവൻ ഇവിടുത്തെ എല്ലാ പദവിയും ഉപേക്ഷിച്ച് ഇറങ്ങി പോകണമെന്നതായിരുന്നു അദ്ദേഹം അവനോട് ആവശ്യപ്പെടുന്നത്. അവൻ അതിന് സമ്മതിക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ആ നാട്ടിലെ ചെറിയൊരു റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്യാൻ
ചെയ്യാനായി സാനിന് സാധിക്കുന്നുണ്ട്. അവൾക്ക് നല്ല കൈപുണ്യമുള്ളത് കൊണ്ട് തന്നെ അവളുടെ റെസ്റ്റോറന്റ് പെട്ടെന്ന് തന്നെ ക്ലച്ച് പിടിക്കുന്നു. ഒരുപാട് പേർക്ക് അവിടുത്തെ ഫുഡ് ഇഷ്ടാവുന്നുണ്ട്. ഇതേ ടീം ബിന്നിന് ഇപ്പൊ കുക്കൊക്കെ ചെയ്തു കൊടുക്കുന്നത് സാനിന്റെ സഹപ്രവർത്തകയായ മറ്റൊരു ജോലിക്കാരിയില്ല, പുള്ളിക്കാരിയാണ്. അവർക്കാണെങ്കിൽ കുക്കിംഗ് ഒന്നും ഒട്ടും അറിയത്തില്ല. അതുകൊണ്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡ് അവന് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അവൻ ആകെ ടെൻഷൻ ആവുന്നു. അപ്പോഴാണ് അവൻ സാൻ ഇതുപോലെ ഒരു റെസ്റ്റോറന്റ് ഇവിടെ നിന്ന് പോയ ശേഷം സ്റ്റാർട്ട് ചെയ്തു എന്ന കാര്യം അറിയുന്നത്. അതുകൊണ്ട് തന്നെ അവളെ കാണാനായി അവൻ പോകുന്നുണ്ട്. പക്ഷേ അവൻ എത്തുന്ന ടീം അവളെ ആയിരുന്നില്ല ആദ്യം കാണുന്നത്. അവളുടെ ഈ ഒരു റെസ്റ്റോറന്റിലെ അവളുടെ ഒരു ഹെൽപ്പറായ പയ്യനെയാണ്. ആ പയ്യനാകട്ടെ റെസ്റ്റോറന്റ് പുതുതായി ഓപ്പൺ ആയതാണല്ലോ, അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗിന്റെ ഭാഗമായി വരുന്ന കസ്റ്റമേഴ്സിനോട് അവരുടെ കുക്കായ സാനിനെ പറ്റി നന്നായി സംസാരിക്കുന്നുണ്ട്. സാൻ അവിടുത്തെ മുതലാളി മാത്രമല്ല, അവൾ അതിന്റെ മെയിൻ ഷെഫുമാണ്. വലിയ വീട്ടില് ജോലി ചെയ്തിരുന്ന കൈപ്പുണ്യമുള്ള അത്ര വലിയൊരാളാണ് ഈ ഹോട്ടൽ ഇപ്പൊ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് അങ്ങനെ അവൻ ഈ ബിന്നിന്റെ വീട്ടിലെ തന്നെ ഒരാളായിരുന്നു സാൻ എന്നത് അറിയാതെ ബിന്നിനോട് തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ബിൻ അവിടെ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ ഇത്രയേറെ ആളുകൾ പുകഴ്ത്തുന്ന കൈപുണ്യമുള്ള സാൻ അവന്റെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി കൊടുത്തിരുന്ന സമയത്ത് കുറ്റം പറയാറുള്ള കണക്ക് തന്നെ ഇപ്പോഴും ബിൻ കുറ്റം പറയുന്നുണ്ട്. എനിക്ക് നിങ്ങളുടെ ഷെഫിനെ കാണണമെന്ന് പറഞ്ഞ് അവൻ ആവശ്യപ്പെടുമ്പോ അങ്ങനെ സാനിനെ ആ പയ്യൻ അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട്. ബിന്നിന്റെ മുന്നിൽ വരുന്നതിന് മുന്നേ തന്നെ ആ ഇരിക്കുന്ന ആള് ബിന്നാണെന്ന് സാൻ മനസ്സിലാക്കുന്നുണ്ട്. അവൾ പക്ഷേ അവനെ അറിയാവുന്ന ഒരു ഭാവവും വരുത്തുന്നില്ല. എന്ത് പറ്റി സാർ, എന്താ പ്രശ്നമെന്ന് അവന്റെ മുന്നിൽ ചെന്ന് നിന്ന് അവൻ അറിയാത്ത കണക്ക് അവൾ ചോദിക്കുമ്പോ നീ തന്നെയാണ് എന്റെ പ്രശ്നം എന്നായിരുന്നു അവന്റെ മറുപടി. നീ തിരിച്ചു വാ, എനിക്ക് നിന്റെ ഫുഡ് വീട്ടിൽ വെച്ച് കഴിക്കാതെ പറ്റുന്നില്ല, ഇതുപോലെ ഹോട്ടലിൽ വന്ന് കഴിക്കൊന്നും എനിക്ക് പറ്റില്ല, നീ മടങ്ങി വരാനായി അവൻ അങ്ങനെ ആവശ്യപ്പെടുമ്പോ പിന്നെ വരും നോക്കിയിരുന്നോന്നും പറഞ്ഞ് അവൾ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുമ്പോ ഈ റെസ്റ്റോറന്റ് ഉള്ള ധൈര്യത്തിലാണ് അവൾ ഇപ്പൊ ഇവിടെ നിൽക്കുന്നതെന്ന് തോന്നുന്നു. അവനായിട്ട് ആ റെസ്റ്റോറന്റിലേക്ക് കസ്റ്റമേഴ്സ് ഒന്നും വരാത്ത രീതിയിൽ വരുന്നവരെല്ലാം ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാതെ പോയാ നിങ്ങൾക്ക് ഞാൻ അത് തരാം ഇത് തരാം കാശ് തരാം എന്നൊക്കെ പറഞ്ഞ് പല ഓഫേഴ്സും പറഞ്ഞ് അങ്ങനെ ഓടിച്ചോണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന അവളാകട്ടെ അവൻ എന്താ വേണ്ടതെന്ന് ചെന്ന് ചോദിക്കുമ്പോൾ അവളോട് സംസാരിക്കണമെന്നതായിരുന്നു അവന്റെ ആവശ്യം. അങ്ങനെ സംസാരിക്കുന്ന ടീം ഞാൻ ഇവിടോട്ട് വന്ന ടീം നിന്നെ ആരോ ഈ റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്യാനായി ഹെൽപ്പ് ചെയ്തതായി എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ നിനക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോയ ഉടനെ ഇങ്ങനെ ഒരു റെസ്റ്റോറന്റ് തനിയെ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ലല്ലോ. പറ, ആരാ നിന്നെ ഹെൽപ്പ് ചെയ്തത്, എന്തിനായാലും ഹെൽപ്പ് ചെയ്തത് എന്നെല്ലാമായിരുന്നു അവൻ അവളോട് ചോദിക്കുന്നത്. എന്നെ ആരും സഹായിച്ചൊന്നുമല്ല, ഞാൻ നിങ്ങളുടെ ഒക്കെ അവിടെ ജോലി ചെയ്യുന്നതിന് ആ സമയം തന്നെ സൈഡിലൂടെ കാശ് സേവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതുപോലെ ഒരു റെസ്റ്റോറന്റ് തുടങ്ങിയെന്നത് എന്റെ ഒരു ഡ്രീം ആയിരുന്നു എന്ന് അവൾ പറയുമ്പോൾ അവൻ കൂടുതലൊന്നും ചോദിക്കുന്നില്ല. എന്തായാലും അറിയാനുള്ളതൊക്കെ ചോദിച്ചില്ല, ഇനി പൊക്കൂടെ എന്ന് അവൾ ചോദിക്കുമ്പോൾ ഞാൻ പോകുന്നില്ല, നല്ല ക്ഷീണം, ഇവിടെ തന്നെ കിടക്കുന്നതെന്ന് പറഞ്ഞു അവൻ അവിടെ തന്നെ കിടന്നുറങ്ങുന്നുണ്ട്. അങ്ങനെ നേരം വെളുക്കാറാകുമ്പോൾ കണ്ണു തുറക്കുന്ന അവൻ തറയിൽ കിടന്നുറങ്ങുന്ന സാനിനെ കണ്ട് പാവം തോന്നി വേഗം ബെഡിലെടുത്ത് കിടത്തുന്നു. കുറച്ചു കഴിഞ്ഞാണ് അവൾ ഉണരുന്നത്. ഞാനിപ്പോ ബെഡിൽ കിടന്നു അവൾ ആകെ വെപ്രാളം പിടിക്കുമ്പോൾ ഇന്നലെ നീ തന്നെയാണ് വന്ന് കിടന്നതെന്ന് പറഞ്ഞ് അവൻ അവളെ കളിയാക്കുന്നുണ്ട്. അങ്ങനെ ഉറക്കമുണർന്ന ശേഷം റെഡി ആവാനായി ബിൻ പോകുന്ന ടീമാണ് സാനിനെ കാണാനായി അവളെ സഹായിക്കുന്നു എന്ന് ബിന്നിന് തോന്നിയ ഒരാളുണ്ടല്ലോ അയാൾ എത്തുന്നത്. അവിടെ ബിന്നുള്ളത് കാണുന്ന അയാളാകട്ടെ ബിന്നിന്റെ കസിൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ശേഷം മിസ്സിംഗ് ആയെന്ന കാര്യം പറയുമ്പോഴാണ് സാൻ അറിയുന്നത്. അങ്ങനെ ബിൻ അതിന്റെ പേരിൽ ആകെ പ്രശ്നത്തിലായെന്നും അവളെ കണ്ടുപിടിച്ചില്ലെങ്കിൽ കുടുംബത്തിലെ എല്ലാ പദവിയും കാര്യങ്ങളും ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോണ്ട ഒരു സാഹചര്യത്തിലാണ് ബിൻ ഉള്ളതെന്നും സാൻ മനസ്സിലാക്കുന്നു. സത്യത്തിൽ ഇതിപ്പോ അറിയുമ്പോഴാണ് എന്തുകൊണ്ടാണ് ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയെന്ന കാര്യം അറിഞ്ഞപ്പോ അവൻ അത്രയും ടെൻഷനായി തന്നോട് വയലന്റ് ആയി ബിഹേവ് ചെയ്തത് എന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. അവൾക്ക് ആകെപ്പാടെ സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ട്. അവളുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നം കൊണ്ടും കൂടി ആണല്ലോ ഇങ്ങനെ സംഭവിച്ചത് എന്ന് ഓർത്ത് ക്വീ ഇറങ്ങി പോകുന്നത് കണ്ടിട്ട് താൻ തടയാനും നിന്നില്ല, ആ കാര്യം ബിന്നിനോട് പറയാനും നിന്നില്ല. ഒരുപക്ഷെ ഇതൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോ ബിൻ അനുഭവിക്കുന്ന ഈ പ്രശ്നത്തിൽ അവൻ പെടില്ലായിരുന്നു എന്ന് അവൾക്ക് ഭയങ്കര കുറ്റബോധം തോന്നുന്നുണ്ട്. സത്യത്തിൽ പറഞ്ഞ സമയത്ത് അവന് ക്വീയെ കണ്ടുപിടിക്കാനേ സാധിക്കാത്ത ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവന് താമസിക്കുന്ന അവന്റെ വീട് എല്ലാം നഷ്ടപ്പെട്ട് ആകെ ഏതാണ്ട് അവനിപ്പോ തെരുവിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അത് മനസ്സിലാക്കുന്ന അവന് കുറച്ച് കാശൊക്കെ കൊടുത്ത് സഹായിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ് സഹായിക്കുന്നത്, അല്ലെങ്കിൽ അവന്റെ ഈ അവസ്ഥയിൽ അവൾ സഹായിക്കുകയാണ് എന്നറിഞ്ഞാൽ ഒരുപക്ഷെ അവന്റെ അഭിമാനം മൂലം അവൻ അതിന് സഹായം സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിലോ എന്ന് കരുതി അവൾ ഇൻഡയറക്റ്റ് ആണ് അവന് കാശ് കൊടുക്കാൻ നോക്കുന്നത്. പക്ഷെ അവന് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അവൻ ആ കാശ് വാങ്ങുന്നുണ്ട്, ഭയങ്കര ഇമോഷണലായി അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അവിടെ ഉള്ളപ്പോ അവന്റെ കുട്ടിക്കാലം തൊട്ടുള്ള ഫ്രണ്ടും ഒപ്പം തന്നെ അവന്റെ കസിനും ഒക്കെ ആയ യു എന്ന പയ്യൻ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. യു കാണാതായ ക്വിയെ അന്വേഷിച്ച് നടപ്പാണ്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. യുവിന് ക്വിയോട് വലിയ താല്പര്യമുണ്ട്. അവളെ വിവാഹം ചെയ്യാനായി അവൻ ആഗ്രഹിക്കുന്നു. രണ്ടുപേരും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. അവൾക്ക് പോലീസ് ആവാനാണ് ആഗ്രഹം എന്ന കാര്യങ്ങൾ ഇവനും അറിയാം. പക്ഷെ അവളെ മിസ്സായതിനു ശേഷം അവനും അവളെ പറ്റി ഒരു വിവരമില്ലല്ലോ. അപ്പൊ അന്വേഷിച്ച് നടപ്പാണ്. അതിന്റെ ഇടയിൽ അവൻ ഒരു കാര്യം അറിയുന്നുണ്ട്. അറിഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ വീട് അച്ഛന് തന്നെ അവൾ മിസ്സായതിൽ എന്തോ ഒരു പങ്കുള്ളത് കണക്കാണ് അവന് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ആ കാര്യങ്ങൾ ഇപ്പൊ ബിന്നുമായി ഡിസ്കസ് ചെയ്യുമ്പോൾ അതിനെപ്പറ്റി തറവായി അന്വേഷിക്കാനായി ബിന്നും ആവശ്യപ്പെടുന്നു. അങ്ങനെ ആ കാര്യങ്ങൾക്കായി യു പോകുന്ന സമയത്ത് അവിടേക്ക് സാനിനെ വിളിച്ചു വരുത്തി സാനിനോട് എന്റെ കണ്ണി പൊടി പോയി ഒന്ന് നോക്കിയെന്നും പറഞ്ഞ് ബിന്നിങ്ങനെ അവളെ കണ്ണിൽ ഊതിപ്പിക്കുമ്പോൾ അവിടേക്ക് സാനിനോട് സംസാരിക്കുന്ന ആ ആൾ എത്തുന്നുണ്ട്. അയാൾ എത്തുമ്പോൾ ഇവരേതാണ്ട് കിസ് ചെയ്യുന്ന കണക്കാണ് അയാൾക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ അടുത്തേക്ക് ചെല്ലാതെ മാറിപ്പോകുന്നു. ആക്ച്വലി ഇയാൾ വരുന്നത് കണ്ടുകൊണ്ട് ഇയാൾ ആരാണ് എന്താണെന്ന് അറിയില്ലല്ലോ. ഇനി ഇവളോട് എന്തെങ്കിലും താല്പര്യമുള്ള ആളാണെങ്കിൽ ഒഴിഞ്ഞു പോട്ടെ എന്ന രീതിയിൽ തങ്ങൾക്കിടയിൽ എന്തോ ഉണ്ടെന്ന് അയാളുടെ മുന്നിൽ വരുത്തി തീർക്കാനായി അവൻ ചെയ്ത നാടകമായിരുന്നു അത് മനസ്സിലാക്കുന്ന അവൾ അത് ആരാണ് എന്താണെന്ന് അവനോട് പറയാൻ നിൽക്കുന്നില്ലെങ്കിലും ഭയങ്കര ബുദ്ധി തന്നെയെന്ന് പറഞ്ഞ് അവനൊരു നുള്ളു വെച്ചു കൊടുക്കുന്നു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴേക്കും ക്വിയെ പറ്റി എന്തൊക്കെയോ
ഇൻഫർമേഷൻ യുവിനും ബിന്നിനും ലഭിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ബിന്നാകട്ടെ അവനിപ്പോ ഫാമിലിന്ന് ഈ ഒരു പേരിൽ പുറത്താക്കാനായി നോക്കുന്ന ക്വിയുടെ അച്ഛനെയും മറ്റു ബന്ധുക്കളെയും വിളിച്ചു വരുത്തുന്നു. അവരോട് അവരെന്തിനാ വിളിച്ചു വരുത്തിയതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അതിനെപ്പറ്റി പറയാതെ നിങ്ങൾ വെയിറ്റ് ചെയ്യും, ഞാൻ പറയാം എന്നൊക്കെ പറഞ്ഞ് അവൻ സമയം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോഴേക്കും കിട്ടിയ ഇൻഫർമേഷന്റെ സഹായത്തോടു കൂടി പോലീസിനെ വിളിച്ചുകൊണ്ട് പോയി ഒരു സ്ഥലത്ത് നിന്ന് യു ക്വിയെ കണ്ടെത്തുന്നു. അവൾക്ക് പ്രശ്നമൊന്നുമില്ലാതെ അവിടെ രക്ഷപ്പെടുത്താനായി അവന് സാധിച്ചെങ്കിലും അവൾ ഭയങ്കര സങ്കടത്തിലാണ്. പ്രശ്നം എന്താന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് പോലീസ് ആവണമെന്നായിരുന്നല്ലോ ആഗ്രഹം, ആ ഒരു എക്സാം അവൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാണ് അവൾ ഈ കരയുന്നത്. അയ്യേ, പോലീസ് ആവണമെന്ന് ആഗ്രഹമുള്ളവരെ ഇങ്ങനെ കരയാണോ വേണ്ടത്, കരച്ചിൽ മാറ്റിവെക്കുന്നൊക്കെ പറഞ്ഞ് അവൻ അവളെ സമാധാനിപ്പിക്കുന്നു. ഒരു എക്സാം പോയാൽ എന്താ, ഇനിയും എക്സാം വരുമല്ലോ എന്നായിരുന്നു അവൻ പറയുന്നത്. അങ്ങനെ അവൻ ക്വിയും കൂട്ടി ഫാമിലി ഒത്തുകൂടിയിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരുമ്പോൾ മിസ്സായ ക്വിയെ കാണുന്ന എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ടെങ്കിലും അവളുടെ അച്ഛന്റെ മുഖം മാത്രം വീർത്തിരിക്കുകയാണ്. സത്യത്തിൽ ക്വിയുടെ അച്ഛൻ തന്നെയാണ് അവളെ തട്ടിക്കൊണ്ടുപോയത്. അവൾക്ക് പോലീസ് ആവണം എന്നതിനോട് അച്ഛന് താല്പര്യമില്ല, അത് തടയാൻ മാത്രമായിരുന്നില്ല, അതിലുപരി അവളെ ഏൽപ്പിച്ചിരുന്ന ബിന്നിന്റെ പിടിപ്പുകേട് കൊണ്ട് അവൾ മിസ്സായെന്ന ആ ഒരു കുറ്റം അവന്റെ മേലിൽ ആരോപിച്ച് അവനെ ഈ കുടുംബത്തിന്റെ തലപ്പത്ത് നിന്ന് പുറത്താക്കാം എന്നതിലായിരുന്നു. സത്യത്തിൽ ഈ ഒരു സ്വത്തിന്റെ എല്ലാം ഏറ്റവും വലിയ അവകാശി ബിൻ തന്നെയാണ്. അവന്റെ കൂടെയുള്ള എല്ലാവരെയും നന്നായി നോക്കുന്നുണ്ടായിരുന്നു. അതൊന്നും പോരാതെ എല്ലാം ഒറ്റയ്ക്ക് കൈയടക്കാനായുള്ള ക്വിയുടെ അച്ഛന്റെ അതിബുദ്ധിയാണ് ഇപ്പോ സ്വന്തം മകളെ തട്ടിക്കൊണ്ടു പോകുന്നത് വരെ വന്നു നിന്നത്. എന്തായാലും ഈ കാര്യം മനസ്സിലാക്കുന്ന ബിന്നാകട്ടെ തന്നെ പുറത്താക്കാൻ നോക്കിയ അങ്കിളിനെ തന്നെ അങ്കിൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയായി കുടുംബത്തിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. അങ്ങനെ ഈ കാര്യങ്ങൾക്ക് ശേഷം അവൻ നേരെ പോകുന്നത് സാനിനെ കാണാനാണ്. സാനിനോട് ഞാൻ ഈവനിങ് വരും, ജോലിയെല്ലാം തീർത്ത് വെയിറ്റ് ചെയ്യണം, സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു ബിൻ പോയത്. ഇപ്പൊ അവൻ അവിടെ എത്തുമ്പോൾ കുറെ ലേറ്റ് ആവുന്നുണ്ട്. അവനെ നോക്കി മുഷിച്ചിരുന്ന അവൾ അപ്പോഴേക്കും ഒന്നിച്ചു കുടിക്കാനായി വെച്ചിരുന്ന വൈനിന്റെ പകുതിയും കാലിയാക്കിയിരുന്നു. അങ്ങനെ അവൾ ഫിറ്റായി ഓരോന്ന് കിടന്ന് കാണിച്ചു കൂട്ടുമ്പോൾ അവനും ബാക്കി വൈൻ ബോട്ടിൽ കാലിയാക്കിയ ശേഷം അവളുടെ കൂടെ എൻജോയ് ചെയ്ത് നടക്കാണ്. പക്ഷെ അടുത്ത ദിവസം അവൾ കണ്ണു തുറക്കുമ്പോൾ അവൾ ബിന്നിന്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് ഇന്നലെ വൈൻ അടിച്ച് ഫിറ്റായ ശേഷം അവളും ബിന്നും കൂടി നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നു എന്നും ഇന്നലെ അവൾ ഇവിടെ എത്തിയിരുന്നു എന്നതും. എന്തായാലും പിന്നെ ഇവിടെ നിന്നും മടങ്ങി പോകാനേ അവൾക്ക് തോന്നുന്നില്ല. ഇപ്പൊ അവളുടെ ആഗ്രഹങ്ങൾ നന്നായി അറിയാവുന്ന ബിൻ അതിനെ സപ്പോർട്ട് ചെയ്യുമെന്നും അവൾക്ക് നല്ല ഉറപ്പുണ്ട്. അങ്ങനെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ അവൾ പോലീസ് ഉദ്യോഗസ്ഥയാവാനായിട്ടുള്ള പരിശ്രമങ്ങൾ ആരംഭിക്കുന്നു. എല്ലാ സപ്പോർട്ടും ചെയ്ത് ബിന്നുണ്ട്. അതിന്റെ ഇടയിൽ ഇവരുടെ വിവാഹം രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ ഉറപ്പിക്കുകയും വിവാഹ ജീവിതത്തിലേക്ക് കടന്നാലും ഇപ്പോഴത്തെ പോലെ തന്നെ ബിന്നിന് ഫുൾ സപ്പോർട്ടായി കൂടെ ഉണ്ടാകുമെന്ന് സാനിന്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനായി അവൾക്ക് സപ്പോർട്ടായി കൂടെ ഉണ്ടാകുമെന്ന് ബിന്നും വാക്ക് നൽകി അങ്ങനെ ഒന്നിച്ച് അവരവരുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാനായി മുന്നോട്ട് പോകുന്നിടത്ത് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു കഥയുമായി കണ്ടുമുട്ടും വരെ ബൈ.